മൗദൂദി എന്ന് പറയുന്നത് വിഭജനത്തിൻ്റെ നാളുകളിൽ സ്വതന്ത്ര ഇന്ത്യയിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ആന്ധ്രയിലെ ഹൈദരാബാദ് സ്വദേശം വിട്ട് പൃഷ്ഠത്തിലെ പൊടിയും തട്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് പോയി ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ മതേതര ഇന്ത്യക്കൊപ്പം നിന്നപ്പോൾ അവരെ വഞ്ചിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ അഹമ്മദിയ വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്ത മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണമെന്ന് ഈ 2025 മലപ്പുറത്ത് സെമിനാർ നടത്തിയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ സതീശൻ പറയാണ് അവർ പഴയതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു, അവർ മതരാഷ്ട്രത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. എന്താണ് മൗദൂദി പറഞ്ഞിട്ടുള്ളത്? ആ മൗദൂദിയുടെ ഇസ്ലാമിക ദർശനം എന്താണ്? മതരാഷ്ട്രമല്ലേ? RSSനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് മൗദൂദി സ്വീകരിച്ചത്. കാരണം മൗദൂദി അവിടെ പാകിസ്ഥാനിൽ അഹമ്മദിയ വിരുദ്ധ കലാപത്തിന് വലിയ കൂട്ടക്കൊല നടന്നപ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട മുനീർ കമ്മീഷന് മുമ്പാകെ മൊഴി കൊടുത്തയാളാണ് മൗദൂദി. അന്ന് ചോദിക്കുകയാണ്, കമ്മീഷൻ മൗദൂദിയോട് ചോദിക്കുകയാണ്, നിങ്ങളിവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുമെങ്കിൽ ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിഭാഗം അവിടെ മതരാഷ്ട്രമുണ്ടാക്കി മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റുകയാണെങ്കിൽ അത് വലിയ വിഷമങ്ങൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് സൃഷ്ടിക്കയില്ലേ എന്ന ചോദ്യത്തിന് മൗദൂദി കൊടുത്ത മറുപടി അതിന് ഞാൻ എതിരല്ല എന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ മൗദൂദിയുടെ ഇസ്ലാമിക ദർശനം പഠിപ്പിക്കണമെന്ന് മലപ്പുറത്ത് സെമിനാർ നടത്തി ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിക്കുമ്പോൾ മതനിരപേക്ഷതയോട് വല്ല കൂറുമുണ്ടെങ്കിൽ അതിനെ എതിർക്കണ്ടേ? നിങ്ങൾ RSSനെ എതിർക്കുന്ന കാര്യത്തിൽ അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്നത് പോലെ മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ നിങ്ങൾ എതിർക്കണ്ടേ? രണ്ടിനെയും എതിർക്കുന്ന ഒരു ശക്തിയാണ് കേരളത്തിലെ ഇടതുപക്ഷം. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം അപകടകരമായിട്ടൊരു തലത്തിലേക്ക് പോകുമ്പോൾ അതിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താനും ഒക്കെ പ്രവർത്തിക്കുന്നത് CPM ആണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 50 വർഷത്തെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ CPMൻ്റെ 215 സഖാക്കളെയാണ് RSSകാർ കശാപ്പ് ചെയ്തത്. എന്തിനു വേണ്ടി? മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ അമർത്തി, കോൺഗ്രസിനെ അടിച്ചമർത്തി അവിടെ ഭരണത്തിലെത്തും വിധം രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ ഈ കേരളത്തിൽ അതിന് പരിശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് CPMൻ്റെ 215 സഖാക്കൾ ജീവാർപ്പണം ചെയ്യേണ്ടി വന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് കേരളം ഇങ്ങനെ നിൽക്കുന്നത്.